ഹായ് ഗൈസ്, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ എൻ്റെ. അങ്ങനെ രാവിലെ 6:30 അലാറം വെച്ച് 7 ആയപ്പോൾ എണീറ്റ് ഞാൻ മുഖമൊക്കെ കഴുകി ഒട്ടും താല്പര്യമില്ലാതെ ബ്രഷ് ചെയ്യണമല്ലോ എന്നോർത്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഒരു മൂടുമില്ല, മൺഡേ ആയതുകൊണ്ട്. അല്ലെങ്കിലും ഒരു ദിവസം എനിക്ക് മൂടില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇട്ടു. ഇന്നത്തെ എൻ്റെ ഫിറ്റ് ഈ റെഡ് കളർ ജേഴ്സിയും റെഡ് കളർ പാവാടയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കാർക്കൂന്തലൊക്കെ അഴിച്ച് മൊത്തത്തിൽ ഒരു ഷോക കാട്ടി. എന്നിട്ട് ഞാൻ ഇത് മൊത്തം ഇനി ചീകി ഒതുക്കി ഒറ്റ ഹെയർ സ്റ്റൈലാണ് എനിക്ക് എല്ലാ ദിവസവും. ഞാൻ അങ്ങനെ ഭയങ്കര വെറൈറ്റി ഒന്നും കെട്ടിപ്പോവാറില്ല. വല്ലപ്പോഴും അഴിച്ചിടും. പിന്നെ അല്ലാത്ത എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ ബൺ ചെയ്ത് വെക്കും. പിന്നെ ഇന്ന് മേക്കപ്പ് ഇടാനും ഒരു മൂഡില്ല, ഒന്നും ചെയ്യാൻ മൂടുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണു പോലും എഴുതിയില്ല. പിന്നെ മസ്കാരയും ഐബ്രോസും ഫില്ല് ചെയ്ത് കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് ഞാനതങ്ങ് അവസാനിപ്പിച്ചു. ചില ദിവസം എനിക്ക് നല്ലപോലെ റെഡി ആവാനായിട്ട് മൂഡ് വരും, അന്ന് ഞാൻ റെഡിയാവും. അല്ലാത്ത ദിവസം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എൻ്റെ പോലെയൊക്കെ പോകും. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. എന്നാലും മുഖം കണ്ടില്ലേ, എന്തോ ഒരു ചത്ത പോലെ ഉണ്ട്. എനിക്കിപ്പോഴും അതുപോലെ തന്നെ എൻ്റെ മുഖം ഇരിക്കണേ. അങ്ങനെ റെഡിയായി കഴിഞ്ഞ് ഞാനൊരു 2 സിൽവർ ഇയറിങ്സ് എടുത്ത് പെയർ ചെയ്തു. കയ്യിലൊരു വാച്ച് കെട്ടാമായിരുന്നു, കഴുത്തിലൊരു മാല ഇടാമായിരുന്നു. ഒന്നും ചെയ്തില്ല. ഇങ്ങനെ തന്നെ ഞാൻ പോയി. മറക്കാതെ JDൻ്റെ ID കാർഡ് എടുത്തിട്ടു. ID കാർഡ് ഇട്ടില്ലെങ്കിൽ 100 rupees ഫൈൻ കൊടുക്കണം JDയിൽ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഷൂ ഇടാൻ തീരുമാനിച്ചു. അവസാനം ഈ ചെരുപ്പിട്ടു. മടി തന്നെ കാരണം. അത് കഴിഞ്ഞ് നമ്മൾ കാറെടുത്ത് ഞാനും അമ്മയും കൂടെ നേരെ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷനിലോട്ട് പോയി. അവിടെ കൊണ്ട് കാറും പാർക്ക് ചെയ്ത് നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ബസ്സുണ്ട്. ഈ ബസ്സിൽ പോയി ഞാൻ നേരെ JDയിൽ ഇറങ്ങി, അമ്മ നേരെ പോയി ഓഫീസിലിറങ്ങും. JD എത്തി. ഇന്ന് എനിക്കൊരു ഇന്റേണൽ എക്സാം ഉണ്ട്. അപ്പം ഞാൻ ബസ്സിലിരുന്നാ പഠിച്ചത്. ബാക്കി പഠിച്ച് അങ്ങനെ ഇന്റേണൽ എക്സാം ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അനുപമ കുറച്ച് ഒമാൻ ചിപ്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വേറെയും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചൊരു ആശ്വാസം വന്നിട്ട് നമുക്കിന്ന് CAD അഡോബ് ഇല്ലുസ്ട്രേറ്ററാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എൻ്റെ ലോഗോ ഒക്കെ കണ്ടില്ലേ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. 1 o'clock ആയപ്പോഴത്തേക്കും ഞാൻ നേരെ ഇറങ്ങി വീട്ടിലേക്ക് ഓടി. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ കഞ്ഞിക്കട വരെ വന്നു. എന്നിട്ട് അവർ കഞ്ഞി കുടിച്ച് പോയിണ്ടാവും. ഞാൻ എന്നിട്ട് വെയിൽ കൊണ്ട് നേരെ മെട്രോ കയറി കുറച്ചധികം നേരം അതിലിങ്ങനെ പോസ്റ്റ് ആയിട്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ സ്ഥലത്തെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫിച്ചൊക്കെ എടുത്തു. അത് സ്ഥിരമാണല്ലോ. പിന്നെ ഒരു സ്നാക്സ് ഒക്കെ വാങ്ങി നടക്കുമ്പോഴാണ് എൻ്റെ ചെരുപ്പ് പൊട്ടുന്നത്. ആൾക്കാരുടെ മുന്നിൽ കൂടെ അങ്ങനെ നടന്ന് ഞാൻ പോയി. ഒരു ചെരുപ്പിൽ ഹീലും ഒരു ചെരുപ്പിൽ ഹീലും ഇല്ല. അങ്ങനെ കാറിൽ കയറിയത് കൊണ്ട്, കാർ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ. അത് നേരെ വീട്ടിലെത്തി. അപ്പം ശരി, ബൈ.